ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രഷർ പമ്പിൻ്റെ പമ്പ് സൈഡ് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതേണക്ക് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ ഇതിനകത്ത് പല ഭാഗങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എന്നാലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടാണ് നമ്മൾ ഈ പമ്പിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓയിൽ കംപ്ലീറ്റ് മാറ്റിക്കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പമ്പ് ഭാഗമാണ്. പമ്പ് ഭാഗം എന്ന് പറയുന്നത് ഈ പമ്പിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇൻഡക്ഷൻ മോട്ടോർ ഭാഗം, 2 പിസ്റ്റണുള്ളൊരു ഭാഗമുണ്ട്. പിസ്റ്റണുള്ള ഭാഗത്താണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ആ പിസ്റ്റണാണ് കംപ്രഷൻ കൊടുക്കുന്നത്. 3ാമത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ ഇളക്കുന്ന വെള്ളത്തിൻ്റെ ഭാഗം, പമ്പ് സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ പമ്പ് സൈഡ് ഇളക്കുവാണ്. പമ്പ് സൈഡ് ഇളക്കി മാറ്റിയതിന് ശേഷമാണ് പിസ്റ്റണിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ഈ പമ്പ് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെ വർക്ക് ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ റെസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നത് കൊണ്ട് ഈ പമ്പിന് തേയ്മാനങ്ങൾ ഒരുപാടുണ്ട്. അപ്പം സൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സ്പെയർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പണികൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പമ്പ് ഫുള്ളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ 3 പിസ്റ്റൻ്റെ ഭാഗങ്ങൾ. ഇപ്പോഴും നമ്മൾ ആ ഒരു ഭാഗം ഇളക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ സ്പ്രിങ്ങുള്ള പിസ്റ്റൻ്റെ ഭാഗമാണ് ഇളക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ബോൾട്ടുകളും കുറേശ്ശെ വേണം ഇളക്കാനെ കൊണ്ട്. കാര്യം നമ്മളൊരു പുതിയ പമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 6 മാസമോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ 8 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പമ്പാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തേയ്മാനം വരുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ പമ്പ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പെയറുകൾ അവൈലബിൾ ആണോ എന്ന് തിരക്കിയിട്ട് മാത്രമേ ആ സൈസ് പമ്പുകൾ എടുക്കാവൂ. 10 രൂപ കൂടുതലായിക്കഴിഞ്ഞാലും കമ്പനി പമ്പുകൾ തന്നെ എടുക്കുക. അതിൻ്റെ സ്പെയറുകളും സർവീസുകളും കൃത്യമായിട്ട് കിട്ടുന്നെങ്കിൽ മാത്രമേ അത് എടുത്തിട്ട് പ്രയോജനമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് സ്പെയർ കിട്ടാതെ നമുക്ക് ഈ പമ്പുകൾ മൂലയിൽ ഒതുക്കി വെക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ പമ്പിൻ്റെ സ്പെയറുകൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിത് സർവീസ് ചെയ്ത് വീണ്ടും ഓടിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 6 മാസം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ബോൾട്ടുകളെല്ലാം ഈക്വലായിട്ട് തന്നെ ഇളക്കണം. ഒരു ഭാഗത്തെ ബോൾട്ട് ഫുള്ളായിട്ട് ഇളക്കരുത്. കുറേശ്ശെ ഇളക്കി വേണം അതെടുക്കാനെ കൊണ്ട്. അങ്ങനെ നമ്മൾ ആ ടോപ്പിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ഇളക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു പമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വണ്ടി വാഷ് ചെയ്യുന്നതിനൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പമ്പുകൾ മതിയാവും. പക്ഷേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഓടുകളൊക്കെ വാഷ് ചെയ്യുന്നതിന് നല്ല പമ്പുകൾ തന്നെ ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിലവാക്കുന്ന പൈസ നമുക്ക് വേസ്റ്റാവും. അത് കണക്ക് സ്പെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ പമ്പ് നമുക്ക് വേസ്റ്റാണ്. അപ്പം സ്പെയറുകളൊക്കെ കിട്ടുന്നതെന്ന് തിരക്കിയിട്ട് മാത്രമേ നമ്മൾ പമ്പുകൾ എടുക്കാവൂ. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്പ്രിങ്ങുള്ള ഭാഗം ഇതവിടാണ്, ആ ഭാഗത്താണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിങ്ങിൻ്റെ ഫ്ലാഞ്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ബെയറിങ്ങിൻ്റെ ടോപ്പിലുള്ള ഫ്ലാഞ്ച്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ബെയറിംഗ് ആണ്. ഈ ബെയറിങ്ങിൻ്റെ അടിയിലും സെയിം നേരത്തെ ഇളക്കിയതുപോലെ ഒരു ഫ്ലാഞ്ച് ഉണ്ട്. അപ്പോൾ അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇളക്കുന്നില്ല. ഇനി ഇത് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ബെയറിംഗ് എല്ലാം ക്ലീൻ ചെയ്തു. സാധാരണ ചില പമ്പുകളിൽ ഈ ബെയറിംഗ് പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൗണ്ട് വ്യത്യാസം വരും. അങ്ങനെ സൗണ്ട് വ്യത്യാസം വരുമ്പോൾ നമ്മൾ അന്നേരം ഓഫ് ചെയ്തിട്ട് ബെയറിംഗ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കംപ്ലൈൻറ്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെയാണ് ആ ഭാഗം മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ പിസ്റ്റണുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഈ പിസ്റ്റൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓവലായി കഴിഞ്ഞാൽ സൗണ്ട് വ്യത്യാസം വരും. അതുപോലെ തന്നെ സ്പ്രിങ് പൊട്ടിപ്പോവും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം
ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ് സെറ്റോടുകൂടി മാറുവാണ്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി പുതിയ പമ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പിസ്റ്റൻ്റെ ഭാഗമോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പിസ്റ്റൻ്റെ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ പമ്പിന് നമുക്ക് ഓയിൽ പുറമേ നിന്ന് ഒഴിക്കാവുന്നത് കൊണ്ട് നമ്മളത് ലാസ്റ്റിലെ ഓയിൽ ഒഴിക്കത്തുള്ളൂ. അതിൻ്റെ വീഡിയോയും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ലിങ്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന മീറ്ററും നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് നമ്മൾ ആ ഭാഗവും ഒഴിവാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നമ്മൾ ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. എന്നാലേ നമുക്ക് സർവീസിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോൾട്ടുകളെല്ലാം ഈക്വലായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഈ ബോൾട്ട് ഊരാൻ പറ്റാത്ത ബോൾട്ടും അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതും നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓവർ ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ബോൾട്ട് എലങ്കി ബോൾട്ട് ഇളക്കുന്നതും അല്ലെങ്കിൽ ഓവറായിട്ട് നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്യുന്നതും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ ഓയിലൊഴിക്കുന്ന കംപ്രസിങ് സൈഡ് ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പമ്പ് സൈഡാണ് ചെയ്യാൻ പോകുന്നത്. പമ്പ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാണ് ഓട്ടോ കട്ട് ഓഫിൻ്റെ സ്വിച്ച്. പ്രഷർ കൂടി കഴിയുമ്പോൾ കട്ട് ഓഫ് ആവുന്ന സ്വിച്ചാണിത്. അപ്പോൾ ഇത് നമ്മൾ പഴയത് തന്നെയാണ് പുതിയ പമ്പിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ സ്പാനർ വെച്ച് നമുക്ക് ഇളക്കി ഫിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗമായ പമ്പിൻ്റെ സൈഡാണ് ഫിറ്റ് ചെയ്യുന്നത്. പുതിയ പമ്പായതുകൊണ്ട് നമുക്ക് മറ്റ് ചേഞ്ചുകളൊന്നും വരുത്തണ്ട, അതുപോലെ തന്നെ ഫിറ്റാക്കാവുന്നതാണ്. ഇവിടെയും വരുന്നത് 4 എലങ്കി ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെ ഞാനിപ്പം 4 ബോൾട്ടുകളും ഈക്വലായിട്ട് തന്നെ ഓരോ കോണോട് കോണുള്ള ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ പ്രഷർ മീറ്റർ കണക്ട് ചെയ്യുന്നത്. മീറ്റർ നമ്മൾ നേരത്തെ ഊരി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഏത് ഭാഗത്താണത് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽവുകളൊക്കെ ബ്ലോക്കായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇളക്കി ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കാൻ അറിയാൻ പറ്റാത്തവർക്ക് ഈ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ മോർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ നോബ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പമ്പ് ഫുള്ളായിട്ട് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കതിനകത്ത് ഇവിടെ ഓയിൽ ഒഴിക്കണം. ആ ഓയിൽ ഒഴിക്കുന്ന ഭാഗവും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഓയിൽ ഒഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബോഡി കവറുകളെല്ലാം ഫിറ്റാക്കിയതിന് ശേഷം ഈ പമ്പിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഈ പമ്പുകളെല്ലാം നമുക്ക് എത്രത്തോളം പ്രഷർ കിട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ അവസാന ഭാഗത്ത് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പം ബോഡിയുടെ കവറ് നമ്മൾ ഫിറ്റാക്കുവാണ്. അങ്ങനെ നമ്മൾ അടിയിലത്തുള്ള 2 ബോഡികളാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ്. അതിന് രണ്ടിനെയും ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് കവർ നമ്മൾ ഫിറ്റ് ചെയ്യും. ടോപ്പ് കവർ ഫിറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ലൈൻ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ മോട്ടർ സൈലൻ്റ് ആണെന്ന് നോക്കും, സൗണ്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. കംപ്ലീറ്റ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് വർക്കിന് ഉപയോഗിക്കത്തുള്ളൂ. സൗണ്ട് വ്യത്യാസം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ സൗണ്ട് വ്യത്യാസം വരുന്നതെന്നുള്ളതെല്ലാം നമ്മൾ ക്ലിയറായിട്ട് ചെക്ക് ചെയ്യും. നമുക്ക് ഒരു മോട്ടർ ശരിയാക്കി ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടക്കുന്ന
പൈസ നമുക്ക് വേസ്റ്റാണ്. അതുകൊണ്ട് ക്ലിയറായിട്ട് തന്നെ സർവീസ് ചെയ്ത് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡക്ഷൻ മോട്ടോർ ഭാഗത്ത് ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് വരത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മോട്ടറിന് ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് വരത്തില്ല. പമ്പ് സൈഡാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റുകൾ വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബോഡി കവറുകളെല്ലാം ഫിറ്റാക്കുവാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിക്കുന്നത് നമുക്ക് 2040 ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, 1030 വേണമെങ്കിലും ഒഴിക്കാം. 2040 ഒഴിക്കുന്നതാണ് ഇച്ചിടെ ഗേജ് കൂടിയ ഓയിൽ, അതാണ് നമുക്ക് നല്ലത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇതിനകത്ത് ചോദിച്ചു, അതിൻ്റെ ആ ബെയറിങ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ബെയറിങ് ഇതിനകത്ത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ബെയറിങ് ഫുൾ സെറ്റോടുകൂടി മാറുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സൂട്ടബിൾ ആവുന്ന ഈ സ്പെയർ കിട്ടാത്ത പമ്പ് എങ്ങനെയാണ് ശരിയാക്കുന്നുള്ളതാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചില കമ്പനികളുടെ സ്പെയർ മറ്റൊരു കമ്പനിക്ക് സൂട്ടാവുന്ന സ്പെയറുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഓരോ സ്പെയറുകളുടെയും കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന പമ്പുകളാണെങ്കിൽ കഴിവതും സ്പെയറുകൾ ഓരോന്നും മാറാതെ തന്നെ പമ്പായിട്ട് മാറുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുടക്കുന്ന പൈസ വേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് സർവീസ് ചാർജ് അധികമായില്ലെങ്കിൽ പോലും തന്നെ സ്പെയർ ഒറിജിനൽ സ്പെയർ തന്നെ വാങ്ങുക, നല്ല പമ്പുകൾ തന്നെ വാങ്ങുക. ചീപ്പായിട്ടുള്ള ഒരു സ്പെയറുകളും വാങ്ങരുത്. ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ കുറഞ്ഞ പമ്പുകൾ വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ അലൂമിനിയം വൈൻഡിങ് ഉള്ള പമ്പുകളൊന്നും എടുക്കരുത്, കോപ്പർ വൈൻഡിങ് ഉള്ള പമ്പുകൾ തന്നെ എടുക്കുക. അങ്ങനെ നമ്മുടെ പമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ കമ്പനി പറയുന്നത് പോലെ തന്നെ മോട്ടറിൽ വെള്ളം കണക്ട് ചെയ്ത് കഴിയുമ്പം അടിയിൽ ഒരു വാൽവ് വഴി വെള്ളം താഴേക്ക് പോകും. അപ്പോൾ അത് മോട്ടർ ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിയുമ്പോൾ അത് ഓട്ടോ കട്ട് ഓഫ് ആവും. ഉണ്ടോ, ഇപ്പോൾ അത് ഓട്ടോ കട്ട് ഓഫ് ആയി. ഇനി നമ്മൾ ഇതിൻ്റെ പ്രഷർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം പ്രഷർ ഉണ്ടെന്ന്. അങ്ങനെ പ്രഷർ മീറ്ററെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോ കട്ട് ഓഫ് ആവുന്നുണ്ട്. അതിൻ്റെ പ്രഷർ ഇനി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലോങ്ങായിട്ട് നിന്നുകൊണ്ട് ഉണ്ട്, ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ളത്. ഇനി ഇതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങായിട്ട് നിന്നുകൊണ്ട് മാക്സിമം ലെങ്തിൽ എത്രത്തോളം വെള്ളം പോകുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരുപാട് ദൂരെ നിന്നിട്ടാണ് ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.